ഹായ് ഓൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആഫ്റ്റർ +2 നിങ്ങളൊരു ഡിഗ്രി എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വർഷം അല്ലെങ്കിൽ നിലവിലെ ഒരു സിനാരിയോ ഉള്ളൂ, നമ്മളൊരു ഡിഗ്രി എടുത്തിട്ട് കാര്യമുണ്ടോ, നമുക്ക് ജോലി കിട്ടുമോ, ഡിഗ്രി എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിലവിലെ 4 വർഷത്തെയും 5 വർഷത്തെയും ഡിഗ്രി പ്രോഗ്രാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിർബന്ധമായി നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. എനിക്ക് ഉറപ്പുണ്ട് കൃത്യമായി ഡിഗ്രിയെ പറ്റിയുള്ള ഒരു ബേസിക് ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടും. ഇനിയും നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ വീഡിയോന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം. അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ ആണ് സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഇതുപോലെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് റിലേറ്റഡ് മുഴുവൻ കണ്ടന്റും അല്ലെങ്കിൽ ഈ ഒരു ചാനൽ എൻറ്റയർലി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ ആദ്യമായി കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആഫ്റ്റർ ഈ വർഷം +2 നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഡിഗ്രി പ്രോഗ്രാം. ഞാൻ പഠിച്ച കാലം വരെ അല്ലെങ്കിൽ ഞാനൊക്കെ ഡിഗ്രി ചെയ്ത് 3 വർഷമായിരുന്നു. 3 വർഷം ഡിഗ്രി, 2 വർഷം PG എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു നമ്മളൊക്കെ പഠിച്ചത്. എന്നാൽ ഡിഗ്രിയുടെ ഡ്യൂറേഷൻ ഇപ്പോൾ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്, 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള ഡിഗ്രികൾ ഇന്ന് അവൈലബിൾ ആണെങ്കിൽ നിലവിലുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് അതിനെപ്പറ്റി കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും ഉണ്ട്. ഈവൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പോലും കൃത്യമായ ഒരു ക്ലാരിറ്റി ഇതിനെപ്പറ്റി ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു കോഴ്സിനെ പറ്റി ഞാൻ ഇതുപോലെയുള്ള നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി അവർ പല സംശയങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പല കോളേജിൽ പഠിക്കുന്ന അധ്യാപകരിൽ നിന്ന് പോലും എനിക്ക് അത് അവരുടെ മോശം കൊണ്ടല്ല, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തതാണ്, ഒരു പുതിയ സംവിധാനം വരുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഏറെക്കുറെ ഇപ്പം ആ ഒരു കൺഫ്യൂഷനൊക്കെ ഏറെക്കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പുറകിലെ പരിപാടി, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ് പരിപാടിയിലൊക്കെ ചെറിയൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് വാട്ട് ഈസ് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം, എന്താണ് ഒരു 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നെയ്മലി ഇതിനെ വിളിക്കുന്ന ഒരു പേര് ഹോണേഴ്സ് ഡിഗ്രി ഓർ മൾട്ടി ഡിസിപ്ലിനറി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി. നമ്മൾ ഇതിനെ ഹോണേഴ്സ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ കുറേ മുന്നേ ഹോണേഴ്സ് ഡിഗ്രി ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് ഇതാണ് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 പ്രകാരമാണ് നമ്മുടെ കേരളത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അത് ഏത് വർഷം മുതൽ 2024, അതായത് കഴിഞ്ഞ വർഷം മുതലാണ് ഇങ്ങനെ ഒരു 4 ഇയർ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ നിലവിൽ മെജോറിറ്റി കോളേജ് അല്ലെങ്കിൽ എല്ലാ കോളേജിലും ഓടുന്ന ഏത് ഡിഗ്രിയാണ് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമാണ് ഇപ്പം കേരളത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമേ ഇത് കഴിഞ്ഞ വർഷം മാറിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു റിസൾട്ടൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത ആളുകൾ അവിടെ ഒരു ബാച്ച് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇനി അടുത്തത് ഇതിൻ്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്, 3+1 മോഡലാണ്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, 3+1 സെപ്പറേറ്റ് അവിടെ കൊടുക്കാൻ കാരണം എന്താ, കാര്യമുണ്ട്, ശ്രദ്ധിച്ചോ. അപ്പോൾ ഒരു 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞ 4 വർഷം നിർബന്ധമായി നിങ്ങൾ ആ ഡിഗ്രി ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് ഇറങ്ങിപ്പോകാനുള്ള അവസരമുണ്ട്, ശ്രദ്ധിച്ചോ. എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ? ഒന്നാമത്തെയും 2ാമത്തെയും വർഷം ഫൗണ്ടേഷൻ ആൻഡ് മേജർ സബ്ജക്ട്, അതായത് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ഒക്കെ പഠിക്കുന്ന. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു BA എക്കണോമിക്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. BA എക്കണോമിക്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ 1ാമത്തെയും 2ാമത്തെയും വർഷം നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് സെമ്മിലൊക്കെ നിങ്ങൾ പ്രധാനമായി നിങ്ങൾ പഠിക്കുക, ചിലപ്പോൾ നിങ്ങൾ +2 പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനൊരു ഫൗണ്ടേഷനാണ്. ചിലപ്പോൾ സയൻസ് നിന്ന് ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സുകാർക്ക് ഒബ്വിയസ്ലി എക്കണോമിക്സിനെ പറ്റി അറിയാം. അപ്പോൾ സയൻസിനൊക്കെ വന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു സബ്ജക്റ്റിനെ പരിചയപ്പെടുത്തി അപ്പോൾ ഒരു നോർമൽ ഫൗണ്ടേഷൻ ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ +2 ലെവലിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ഫസ്റ്റൊക്കെ പഠിക്കേണ്ടാവുക. അതിങ്ങനെ കഴിഞ്ഞ് 1ാം 2ാം വർഷം അതൊക്കെ കഴിഞ്ഞ് മേജർ സബ്ജക്റ്റൊക്കെ പഠിച്ച് 3ാമത്തെ വർഷം സ്പെഷ്യലൈസേഷനാണ്. ആ സബ്ജക്റ്റിൻ്റെ കുറേ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നു. ഇനി 4ാമത്തെ വർഷം നമുക്ക് വേണമെങ്കിൽ 3ാമത്തെ വർഷം ഡ്രോപ്പ് അല്ല, നമ്മുടെ അത് ക്വിറ്റ് ചെയ്ത് പോയാൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ക്വിറ്റ് ചെയ്യില്ല, എക്സിറ്റ് ചെയ്യുക. 4 വർഷം കംപ്ലീറ്റ് ആവാതെ ഹോണേഴ്സ് ഡിഗ്രി വേണ്ട, നോർമൽ ഡിഗ്രി തന്നെ എടുത്ത് 3 വർഷം എടുത്ത് പോകാനുള്ള ഒരു അവസരം നമുക്ക് അവിടെ ഉണ്ട്. നോക്കി നിങ്ങൾ, ദ റിസർച്ച് പ്രൊജക്ട് ഒരു അഡ്വാൻസ്ഡ് കോഴ്സ്, ഇതൊരു ഓപ്ഷണൽ കോഴ്സാണ്. റിസർച്ച് പ്രൊജക്ട് ഒരു അഡ്വാൻസ്ഡ് കോഴ്സ്. അപ്പോൾ 4 ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നന്നായി അല്ലെങ്കിൽ പഠനം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, കൂടുതൽ PG PhD ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ്, എസ്പെഷ്യലി റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് ഈ 4 വർഷത്തെ കോഴ്സ്. അപ്പോൾ അതാണ് ഈ 4ാമത്തെ വർഷം. അത് ഓപ്ഷണലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വി ക്യാൻ എക്സിറ്റ് ആഫ്റ്റർ 3 ഇയർ ഒരു ജനറൽ ഡിഗ്രി. നമുക്ക് BA BSc BCom എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ BA ഞാൻ 4 വർഷം ഞാൻ എൻ്റെ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ BA എക്കണോമിക്സ് ഹോണേഴ്സ് ഡിഗ്രി എനിക്ക് കിട്ടും. ഇല്ലെങ്കിലോ നോർമൽ BA എക്കണോമിക്സ് ഡിഗ്രിയാണ്. അതുകൊണ്ട് 4 വർഷമാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ ചില ആളുകളുണ്ട് 4 വർഷം അല്ലേ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ എന്തില്ല, അവിടെ വരുന്നില്ല. 4 വർഷമാണ് ആ ഒരു സാധനം ഉണ്ടല്ലോ, 4 വർഷം ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സാധനം അവിടെ ഇല്ല. അതുകൊണ്ട് 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇറങ്ങി വരാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അവിടെ നിന്ന് റെഡി. ഇനി അടുത്ത് എന്താ, കംപ്ലീറ്റിംഗ് 4 ഇയർ ഗിവ്സ് ഹോണേഴ്സ് ഓർ റിസർച്ച് ഡിഗ്രി. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 4 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഗ്രി ഹോണേഴ്സ് ഡിഗ്രി എന്നോ അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രി എന്നായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയാലും നിങ്ങൾക്ക്
ഇപ്പോൾ 3 വർഷത്തെ ഡിഗ്രിയാണ്, അതിൻ്റെ കൂടെ ഒരു പുതിയ സാധനം റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. റെഡി? ഇനിയും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുക, താഴെ ചോദിക്കുക. റെഡി? ഇനി അടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ എനിക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊന്നും ഞാൻ നമ്മളിങ്ങനെ പറയുന്ന ഫ്ലോ ഇതൊന്നും എനിക്ക് പറയാൻ കഴിയാറില്ല. അല്ലെങ്കിൽ പറയുമ്പോൾ ആ ഒരു പറയുന്നതിൻ്റെ ഫ്ലോ അങ്ങ് നഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക കേട്ടോ. അത് പിടിച്ചോ. ഇനി എന്താണ്, ഇനി ഇത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ഇത് ഓഫർ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രധാനമായുള്ള യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ്? കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ് CU കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ IIT പാലക്കാടിലും ഈ ഒരു കോഴ്സ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റിയിലും എന്തുണ്ട്, ഈ പറയുന്ന ഡിഗ്രി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. റെഡി? ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഫ്ലെക്സിബിൾ എൻട്രി ആൻഡ് എക്സിറ്റ്. ഫ്ലെക്സിബിൾ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 3 വർഷത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോകാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് അല്ലേ. ഇനി സ്ട്രോങ് ബേസ് ഫോർ PG ഓർ കോമ്പറ്റീറ്റീവ് എക്സാം. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകുകയാണെങ്കിൽ ഒരു PG ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെന്താണ്, ഒരു സ്ട്രോങ് ബേസ് നമുക്ക് അവിടെ നൽകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അക്കാഡമിക് വൈസ് കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. രണ്ടാമത് ബെറ്റർ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ ആൻഡ് എൻകറേജ് റിസർച്ച് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കാണ് ഈ ഒരു കോഴ്സ് ഏറ്റവും നല്ലത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്, വാട്ട് ഈസ് എ 5-year ഡിഗ്രി പ്രോഗ്രാം? 5 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ഇന്ന് പല കോളേജിലുണ്ട്. എന്താണ് 5-year ഡിഗ്രി? ഇത് ശരിക്കും ഒരു ഇന്റഗ്രേറ്റഡ് സാധനം. നോക്ക് നിങ്ങൾ, നെയിം യൂഷ്വലി നോൺ ആസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് എന്നാണ് ഇത് അറിയപ്പെടുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് MA, MSc, MCom ഓർ MBA. അതായത് നമ്മൾ ആ ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനോട് കൂടിയാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ലോ. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ അഡ്വക്കേറ്റ് ആവാൻ താല്പര്യപ്പെടാം. ഇന്റഗ്രേറ്റഡ് ലോ ഉണ്ടെങ്കിൽ BA LLB ഉണ്ട്, BB LLB ഉണ്ട്. നമുക്ക് ഡിഗ്രിയും അതിൻ്റെ കൂടെ എന്തും ചെയ്യാം, ലോയും പഠിക്കാനുള്ള സാധനമുണ്ട്. ഇനി ഇന്റഗ്രേറ്റഡ് BSc B.Ed. ഇപ്പം നിങ്ങൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് പിന്നെ BScയും ചെയ്യാം, അതിൻ്റെ കൂടെ B.Edഉം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്, നോ ഇന്റർമീഡിയറ്റ് എക്സിറ്റ്. ഇതിൻ്റെ ഇടയിൽ ഒരു എക്സിറ്റും ഇല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു കയറിക്കൂടേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ പലപ്പോഴും ഡിഗ്രി കഴിഞ്ഞ് ആ മാർക്ക് വെച്ച് വീണ്ടും നമ്മൾ PGക്ക് അഡ്മിഷൻ എടുക്കുകയല്ല ചെയ്യുക. ആ ഒരു സാധനത്തിൻ്റെ ഇടയിൽ വരുന്നില്ല. ഏറ്റവും വലിയ ഗുണം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 വർഷം നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും ഒരു ടീച്ചിങ് ട്രെയിനിങ് ഒരു B.Ed ഒക്കെ എടുക്കുന്ന ആളുകൾ നിർബന്ധമായ ആ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു 5 വർഷക്കാലം നമ്മൾ അതിൻ്റെ മേലെ പഠിക്കണം. അങ്ങനെ തന്നെയാണ് ഒരു ടീച്ചർ. ഇപ്പോൾ നമ്മൾ ഒരു വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് വെറുതെ B.Ed എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, ആ സബ്ജക്റ്റിന് കൂടെ തന്നെ B.Ed എടുക്കണം, ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ നോക്ക്, LLB ഒക്കെ നിങ്ങൾ ഡിഗ്രി വിത്ത് LLB ഒക്കെ എടുക്കുന്ന കോഴ്സൊക്കെ ആണെങ്കിലോ 5 വർഷം കൊണ്ട് സാധനം കയ്യിലായി. ജസ്റ്റ് ലൈക്ക് എ പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് ഇത് അല്ലേ. നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒരു സാധനമായി. ഇപ്പോൾ LLB ആയിക്കോട്ടെ, B.Ed ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, MCom ആയിക്കോട്ടെ, നമ്മൾ വിത്ത് PG അടക്കമാണ് നമ്മൾ അവിടെ പഠിച്ചിറങ്ങുന്നത്. ആൻഡ് ഒരു കാര്യം എനിക്ക് അഷ്യൂർ ചെയ്യാൻ സാധിക്കും, നിങ്ങൾ നല്ലൊരു അക്കാഡമിക്സ് ഉള്ള ആ ഒരു ടോപ്പിക്കിൽ നല്ലൊരു ഒരു ക്വാളിറ്റി ഉള്ള ആളായി നിങ്ങൾ ഈ 5-year പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കുറച്ചും കൂടിയും ഞാൻ പ്രിഫർ ചെയ്യുക ശരിക്കും ഒരു 5-year പ്രോഗ്രാം ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കമ്പൈൻ ബാച്ചലർ പ്ലസ് മാസ്റ്റർ ഡിഗ്രി ഇതിനോട് വരുന്നുണ്ട്. നോ നീഡ് ടു അപ്ലൈ സെപ്പറേറ്റ് ഫോർ PG ആഫ്റ്റർ UG. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ UG കഴിഞ്ഞ് പിന്നെ PGന്റെ സീറ്റ് തപ്പി പോകേണ്ട ആവശ്യമില്ല, അതിൻ്റെ കൂടെ സാധനം കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ്, സെമിനാർ, അതുപോലെ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള സെമിനാർ, ഇന്റേൺഷിപ്പ് ഇതിൻ്റെ കൂടെ പല സ്ഥലങ്ങളും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും എല്ലാ സ്ഥലത്തും ഇല്ല, ചില കോളേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലുണ്ട്, പിന്നെ IIM കോഴിക്കോടുണ്ട്, ഗവൺമെന്റ് ലോ കോളേജ് ഇൻ കേരളയിലുണ്ട്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ ഫോർ B.Edലൊക്കെ എന്തുണ്ട്, ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പല കോളേജുകളിലും ഇത്തരത്തിലുള്ള കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം 5-year ഇന്റഗ്രേറ്റഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ എന്തല്ല പിന്നെ വേറെ ഒരു സാധനമൊന്നുമല്ല, അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് സാധനമൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. റെഡി? ഇനി നമ്മൾ എന്താണ് നോക്കാൻ വേണ്ടി പോകുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു വർഷം നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ഗ്യാരണ്ടീഡ് PG സീറ്റ് നമുക്ക് അവിടെ വളരെ ഗ്യാരണ്ടി കിട്ടുന്നുണ്ട്. ഹു ആർ ക്ലിയർ അബൌട്ട് ദെയർ കരിയർ പാർട്ട്. ഞാൻ എന്താണ് എടുക്കേണ്ടത്, ഇപ്പോൾ എനിക്കിഷ്ടം B.Ed ആണ്, ഞാൻ ടീച്ചിങ്ങിലേക്കാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ലോ ആണ് എൻ്റെ പ്രൊഫഷൻ. ആ രീതിയിലേക്ക് നമ്മളെ പ്രൊഫഷനെ പറ്റി കൃത്യമായ ധാരണയുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് അല്ലേ ലോ ടീച്ചിങ് ആയിട്ട് റിസർച്ച് ആയിക്കോട്ടെ, അതിലൊക്കെ പോകുന്ന ഒരാൾക്ക് വിത്തൗട്ട് അവർ തുടക്കം മുതലേ അതിൽ അറ്റ് ദ എൻഡ് എത്തുമ്പോൾ അവരവരുടെ കോളിലേക്ക് എത്തിച്ചേരുന്നു അല്ലേ. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത ഒരു കാര്യത്തെ മൊത്തത്തിൽ ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാണ് 4-year ഡിഗ്രിനെയും 5-year ഡിഗ്രി അല്ലേ.
അപ്പം എന്താണ് ഒന്നോ രണ്ടോ മൂന്ന് അല്ലേ വർഷം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. UG വിത്ത് ഹോണേഴ്സ് റിസർച്ച് ആണ് കിട്ടുക. പിന്നെ ഓപ്പൺ ടു സ്വിച്ച് ഇൻ PG എന്താണ് കോസ്റ്റ് മോഡറേറ്റ് ആണ്. ഇതൊക്കെ അതൊന്നും വലിയൊരു സംഭവം എന്നാണ് നമ്മൾ പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടി എന്ത് ചെയ്യാണ് അത് ഒന്ന് കമ്പയർ ചെയ്യാമെന്ന് മാത്രമല്ല UG PG ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 4 ഇയറിനെ പറ്റിയും 5 ഇയറിനെ പറ്റിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത ചോദ്യം, നമ്മൾ കേരളത്തിലെ ആളുകൾക്ക് ഈ ഡിഗ്രി എടുത്തതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ 5 വർഷത്തെ ഡിഗ്രി ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ? പലരും ചോദിക്കുന്ന ഒരു കാര്യം. ഞാൻ അണ്ടർലൈൻ ചെയ്തൊരു കാര്യം പറയട്ടെ, നമ്മുടെ കേരളത്തിൽ നിന്നല്ല, നിങ്ങൾ ലോകത്ത് എവിടെ പോയിട്ട് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, നിങ്ങളുടെ കയ്യിൽ സ്കില്ലില്ലെങ്കിൽ. നിങ്ങളുടെ കയ്യിൽ സ്കില്ല് എന്താ സാറേ സ്കില്ല്? നിങ്ങൾ എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്ന സാധനമാണോ? ഇതിപ്പം നിങ്ങൾ നിലവിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2025 AI പോലത്തെ എല്ലാ ടെക്നോളജികളും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങോട്ട് തരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അത്രയും സ്മാർട്ടായാൽ മാത്രമേ നമുക്ക് ഏതൊരു ജോലിക്ക് നമുക്ക് എന്താണ് ഒരു എൻട്രി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു നോർമൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു ജോലിൻ്റെ ഇൻ്റർവ്യൂവിന് പോവുക. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു BA ഒരു BSc കഴിഞ്ഞ എല്ലാ ആളുകളും ഇൻ്റർവ്യൂവിലുണ്ടായിരിക്കും. എല്ലാവർക്കും ചിലപ്പോൾ ഒരേ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ മാർക്കും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു 50 ആളുകൾ, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ, ഞാനൊരു BA എക്കണോമിക്സ് ചുമ്മാ നോക്കുക. BA എക്കണോമിക്സ് ഉള്ള ഒരു 50 ആളുകൾ എവിടെയുണ്ട്? പിന്നെ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയായിരിക്കും ആളെ സെലക്ട് ചെയ്യുക? ഓരോരുത്തരും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ സ്കില്ല് നമ്മൾ നോക്കും. ചിലപ്പോൾ അവർക്ക് എത്രത്തോളം സംസാരിക്കാൻ കഴിയുന്നുണ്ട്, അവർക്ക് എത്രത്തോളം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അവർക്ക് എത്രത്തോളം പിന്നെ ഈ ഒരു ടെക്നോളജിയെ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എത്രത്തോളം ആളുകൾക്ക് ഇൻ്റർനെറ്റുമായി ടെക്നോളജിയുമായി ലാപ്പുമായിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അത്തരം സ്കില്ലുമായിട്ട് അവർക്ക് എത്രത്തോളം കഴിവുണ്ട്, ഇതൊക്കെ നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ബെസ്റ്റ് ഹ്യൂമൻ റിസോഴ്സാണ് നിങ്ങൾക്ക് ആദ്യം തോന്നണം. എല്ലാം ചുമ്മാ നമ്മൾ എന്തോ ചെയ്യുന്ന പോലെ കോളേജിലേക്ക് മാറ്റിയൊരുങ്ങി പോകുന്ന, അവിടെ സെലിബ്രേഷൻ, അടി പിടി, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര വൈബാക്കി 3 വർഷം ഞാൻ ഡിഗ്രി ചെയ്തു എന്ന് പറഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് ഈ കേരളത്തിൽ നിന്നല്ല, നിങ്ങൾ എവിടെ പഠിച്ചിട്ട് ഒരു കാര്യം നിങ്ങൾക്കൊന്നും കിട്ടില്ല. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം നമ്മുടെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് കേരളത്തിലെ കോളേജുകളിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാണ് യാഥാർത്ഥ്യം. അതിലൊരു സംശയമില്ല. വളരെ കുറച്ച് കോളേജിൽ മാത്രമേ ഉള്ളൂ എന്താണ് പിന്നെ ഈ പറയുന്ന എന്ത് സെല്ലായിട്ട് എന്തെന്ന് പറയുന്നത് നമ്മൾ പിന്നെ പ്ലേസ്മെൻറ്റ് സെല്ലുകളൊക്കെ വർക്ക് ചെയ്യുന്നു. അതും വലിയ കമ്പനികളൊന്നും അവിടെ പ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നൊന്നുമില്ല. അപ്പോൾ അത് ഒരു കേരളത്തിലെ ഡിഗ്രിയെ സംബന്ധിച്ചോളം ഉള്ളൊരു പോരായ്മ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമ്മൾ പുറത്തൊക്കെ പോയി ഡിഗ്രി എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ, ഫീസ് വലിയ അധികം ഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ പുറത്തൊക്കെ ബാംഗ്ലൂരും അല്ലെങ്കിൽ മൈസൂരും മറ്റു പല സ്ഥലത്തൊക്കെ നമ്മൾ ഡിഗ്രി എടുക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് അപ്പോൾ അവിടെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അവിടെ എന്താണ്, അവിടെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് സെറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുറത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനെ ഞാൻ പറയും. ഓക്കെ, എന്നാലും അവിടുത്തെ പല കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഒരു പുറത്തൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കോളർഷിപ്പുള്ള കോളേജിനെ പറ്റി അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായിട്ട് നിഹാൽ സാർ എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് നിഹാൽ സാർ കാണാം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. അതുപോലെ തന്നെ കേരളത്തിലെ പല കോളേജുമായി ബന്ധപ്പെട്ട പല അഡ്മിഷൻ പ്രോസസ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് വീഡിയോസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു നിഹാൽ സാർ എന്ന ഈ ചാനൽ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് വേണ്ടി മറക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ. എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ വെച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഒരു കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ഒരു കാര്യത്തെ പറ്റി ധാരണ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മിസ്റ്റേക്കോ തെറ്റോ സംഭവിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. കാര്യങ്ങളൊക്കെ നിങ്ങൾ വൈസായി നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ താങ്ക് യു സോ മച്ച്. ബൈ.